നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് ക്ഷണിച്ചു വരുത്തിയത് തന്നെ ശ്രീ പി വി അൻവറിന്റെ രാജിയെ തുടർന്നാണ്. ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയിച്ചപ്പോൾ ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു വിജയിച്ചത് എന്നായിരുന്നു LDFന്റെ അവകാശവാദം. എന്നാലിപ്പോൾ കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. ഏകദേശം 17,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റ് ഞങ്ങൾ പിടിച്ചു വാങ്ങുകയായിരുന്നു. ഇവിടെ സർക്കാർ വിരുദ്ധ വികാരം സജീവമായി രംഗത്തുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെക്കുറിച്ച് കൂടുതൽ അപഗ്രഥനം നടത്തേണ്ടതുണ്ട്. റിസൾട്ട് വന്നിട്ട് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിന്റെ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് UDFനെ സംബന്ധിച്ച് എല്ലാ അർത്ഥത്തിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 ഏപ്രിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. UDF തിരിച്ച് അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. LDFനെ സംബന്ധിച്ച് ഭരണവിരുദ്ധ വികാരം എത്രത്തോളം അവരെ അലട്ടുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു റിസൾട്ട് കൂടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്.